നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബോണസ് ആണ്. അടുത്ത ഐറ്റം ബോണസ് ആണ്. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് അല്ലാതെ ബോണസ് ഇൻ ക്യാഷ് അല്ലാതെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഉണ്ട്. അതേപോലെ തന്നെ റിവേഴ്ഷണറി ബോണസ് ഉണ്ട്. ഇതിൻ്റെ തിയറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ക്യാഷ് ബോണസ്, എന്താണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, എന്താണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്, ഇൻറ്ററിം ബോണസ്. It is the bonus paid to the policyholder for a period for which the profit have not yet been determined. പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാത്ത സമയത്ത് തന്നെ, അതായത് ഇൻറ്ററിംഗ് ബോണസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മന്തിൻ്റെ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇടയിൽ 6 മന്ത്സ് കൂടുമ്പോഴൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻറ്ററിംഗ് ബോണസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോളിസി ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണസ് ആണ് ഇൻറ്ററിംഗ് ബോണസ് എന്ന് പറയുന്നത്. ക്യാഷ് ബോണസ് എന്താണ്, റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്താണ്, റിവേഴ്ഷണറി ബോണസ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബോണസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ബോണസ് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് റവന്യൂ അക്കൗണ്ടിലെ എക്സ്പെൻസ് ആയിട്ട് വേണം എഴുതാൻ. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആയിട്ടാണെങ്കിൽ അത് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലെ എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആൻഡ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. റിഡക്ഷൻ ഓഫ് പ്രീമിയം ആണ്, പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ തന്നെ നമ്മൾ 2 സ്ഥലത്ത് അത് എടുക്കാനുണ്ട്. ഒന്ന് എക്സ്പെൻസിൽ, അതായത് അതർ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ എക്സ്പെൻസസിൽ കാണിക്കണം. രണ്ടാമത് പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും വേണം. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻ ജനറൽ ഇൻഷുറൻസ് ഇഫ് ദ ഇൻഷുർഡ് ഡിഡ് നോട്ട് മേക്ക് എനി ക്ലെയിം ഡ്യൂറിങ് ദ ഇയർ ദ കമ്പനി grants a reduction in premium payable. This is called bonus in reduction of premium. അതായത് ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിൽ ഇൻഷുർഡ് ആ ഇയറിൽ ക്ലെയിം ഒന്നും എടുത്തില്ല എങ്കിൽ, അതായത് ഒരു 5 വർഷം കൂടുമ്പോൾ അദ്ദേഹത്തിന് ക്ലെയിം കിട്ടുന്നത്, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ക്ലെയിം കിട്ടുന്ന ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസിൽ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ അവർ ക്ലെയിം ആ വർഷം റിസീവ് ചെയ്തില്ല എങ്കിൽ അവർക്ക് പ്രീമിയം പേയബിളിൽ റിഡക്ഷൻ കൊടുക്കും. അതിനെയും റിഡക്ഷൻ ഓഫ് പ്രീമിയം തന്നെയാണ് പറയുക. അങ്ങനെയുള്ളതിന് നമ്മൾ ബോണസ് കൊടുക്കാറുണ്ട്, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയും അതിനെ. അങ്ങനെ ഒരു 5 വർഷം കൂടുമ്പോൾ ക്ലെയിം ചെയ്യേണ്ട ഒരു ടൈപ്പ് പോളിസിയാണ്. ഒരു പീരീഡിൽ അയാൾ ക്ലെയിം ചെയ്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് ഇയറിൽ അയാൾ ക്ലെയിം ചെയ്തില്ല എങ്കിൽ അയാൾക്ക് ഇങ്ങനെ പ്രീമിയം പേയബിൾ റിഡക്ഷൻ കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി എന്താണ് റിഡക്ഷൻ ഇൻ പ്രീമിയം എമൗണ്ട് കുറച്ച് കൊടുക്കുകയാണ്. അതായത് ബോണസ് പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, പ്രീമിയം എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ഇൻഷുർഡ് ക്യാഷ് ആയിട്ട് കൊടുക്കണതിന് ക്യാഷ് ബോണസ് എന്ന് പറയും. റിവേഴ്ഷണറി ബോണസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മെച്യൂരിറ്റി ആകുമ്പോൾ ആ ടോട്ടൽ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് റിവേഴ്ഷണറി ബോണസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ട കാര്യമില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ റിവേഴ്ഷണറി ബോണസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തരാറില്ല, അത് എപ്പോഴും ക്ലെയിമിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. കാരണം നമ്മൾ മെച്യൂരിറ്റി ഡേറ്റിൽ പോളിസിയുടെ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ആ ക്ലെയിം എമൗണ്ടോട് കൊടുക്കുന്നതിനാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് പറയുന്നത്. സോ അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല റിവേഴ്ഷണറി ബോണസിന്. അത് ക്ലെയിമിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ സെപ്പറേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും, അത് റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ഇൻറ്ററിംഗ് ബോണസിൻ്റെ കേസും അതേപോലെ തന്നെയാണ്, സെപ്പറേറ്റഡ് ആയിട്ട് തന്നിട്ടൊന്നും ഉണ്ടാവില്ല, അത് ക്ലെയിമിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ സെപ്പറേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ റിവേഴ്ഷണറി ബോണസ് പറഞ്ഞ പോലെ തന്നെയാണ്, റിവേഴ്ഷണറി ബോണസിൻ്റെ കേസിൽ ക്ലെയിമിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. സോ സെപ്പറേറ്റഡ് ആയിട്ട് ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും. സോ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിമിൻ്റെ കൂടെ റവന്യൂ അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത് റിവേഴ്ഷണറി ബോണസ്. അതേപോലെ തന്നെയാണ് ഇൻറ്ററിം ബോണസും, സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കില്ല, ക്ലെയിമിൻ്റെ കൂടെ ആഡഡ് ആണ്. ഇനി ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ബോണസ് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് കണ്ടിട്ട് അതിലാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ബോണസ് റവന്യൂ അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റം ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയംസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രീമിയം വിച്ച് ഹാവ് ഏൺഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ ബട്ട് നോട്ട് റിസീവ്ഡ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് കിട്ടേണ്ടതാണ്, ഏൺ ചെയ്യേണ്ട പ്രീമിയം ആണ്, പക്ഷെ നമ്മളത് റിസീവ് ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിക്ക് അത് കിട്ടിയിട്ടില്ല. റിസീവ് ചെയ്യേണ്ടത് റിസീവ് ചെയ്ത്, ഏൺ ചെയ്യേണ്ടതാണ് ആ അക്കൗണ്ടിങ് ഇയറിൽ, ഡ്യൂ ആയി, പക്ഷെ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. അക്കൗണ്ടിങ് ഇയറിൻ്റെ ക്ലോസിംഗ് ആയിട്ടും അത് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണത്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ആണ്. അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ മാത്രം എടുത്താൽ മതി. റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിൻ്റെ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാം. ഇനി അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് കറണ്ട് ഇയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. അതായത് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ഷെഡ്യൂൾ 12 ആണ്, അതിനകത്താണ് കാണിക്കേണ്ടത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആണത്. അത് റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ നമ്മളത് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ഷെഡ്യൂൾ 12 അസറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഐറ്റം അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഹാവ് ബിൻ ഏൺഡ് ഓൺ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺസ് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ ക്ലോസ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ലോണിനോ, നമുക്ക് ഇൻഷുറൻസ് കമ്പനി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിന് ഡിവിഡൻഡ് കിട്ടണം, അല്ലെങ്കിൽ ലോൺ കൊടുത്തിട്ടുണ്ട് അതിന് ഇൻട്രസ്റ്റ് കിട്ടണം. സോ അത് റിസീവ് ചെയ്യേണ്ട ടൈം, ഏൺ ചെയ്യേണ്ട ടൈമായി, ഡ്യൂ ആയി, പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, അക്കൗണ്ടിങ് ഇയറിൻ്റെ ക്ലോസിംഗ് ആയിട്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല. സോ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഫൈനൽ അക്കൗണ്ടിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് ട്രയൽ ബാലൻസിലാണ്, അക്രൂഡ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ലാസ്റ്റ് ഇയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ആണ്. അത് നമ്മൾ ഒറ്റ സ്ഥലത്ത് എടുത്താൽ മതി, റവന്യൂ അക്കൗണ്ടിൽ മാത്രം. റവന്യൂ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. അത് കറണ്ട് ഇയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. ബിഗിനിങ് ആണെങ്കിൽ 1 ഏപ്രിൽ അങ്ങനെ ബിഗിനിങ്ങിലെ ഡേറ്റ് ആയിരിക്കും, എൻഡ് ആണെങ്കിൽ 31 മാർച്ച്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ഷെഡ്യൂൾ 12 കാണിക്കേണ്ടത്. ഇനി അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ആണ്. അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലും എടുക്കണം, ബാലൻസ് ഷീറ്റിലും എടുക്കണം. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡ് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സിൽ ഷെഡ്യൂൾ 12 കാണിക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയാനുള്ളത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോഴ്സിൽ നിന്നാണോ ഇൻകം കിട്ടുന്നത് ആ സോഴ്സിൽ നമ്മൾ ടാക്സ് പേ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് അവർ ഇൻകം ടാക്സ് പേ ചെയ്യണം. അതേപോലെ തന്നെ ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് പേ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ആണെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക, കറണ്ട് അസറ്റിൽ ഷെഡ്യൂൾ 12. ഇനി ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ പ്രോഫിറ്റ് ആണെങ്കിൽ അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കുക. ഇനി മിയർ ഇൻകം ടാക്സ് ആണെങ്കിൽ, അതായത് ഫ്രേസ് പറഞ്ഞിട്ടില്ല, ഇൻട്രസ്റ്റിൻ്റെയോ ഡിവിഡൻറ്റിൻ്റെയോ ടാക്സ് ആണെന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ടാക്സ് ആണെന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് സർക്കംസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൽ കാണിച്ചാൽ മതി. അല്ല ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണതെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അത് നമ്മുടെ തന്നിരിക്കുന്ന ഐറ്റംസിൻ്റെ സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രേസും തന്നിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് എന്നുള്ളൊരു ഐറ്റം പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല അങ്ങനെ ഒരു ഐറ്റം ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് ഓൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് റിവേർഷൻസ് ആണ് പറയണത്. അതായത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ റിവേർഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ബാലൻസ് ഷീറ്റിൽ
ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഹെഡിൽ ഷെഡ്യൂൾ 8ലാണ് കാണിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഐറ്റം പെൻഷൻ ഫണ്ട്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, സൂപ്പർ അന്യൂഷൻ ഫണ്ട്സ് ആണ്. അത് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റിയിൽ ബാലൻസ് ഓഫ് ഫണ്ട് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ലാസ്റ്റ് പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ്. ഔട്ട്സ്റ്റാൻഡിങ് പോളിസീസിൻ്റെ അഗ്രിഗേറ്റ് ലൈബിലിറ്റി, എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് പോളിസീസിൻ്റെയും അഗ്രിഗേറ്റ് ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാവണമെങ്കിൽ ഇൻകം, അതായത് റവന്യൂ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലായിരിക്കണം. റവന്യൂ ഇൻകം എന്ന് പറയുന്നത് റവന്യൂ ചെലവ് കുറവും വരവ് കൂടുതലും ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫണ്ട് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് 11 അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് പറയാനുള്ളത് കുറച്ച് ജേർണൽ എൻട്രീസ് ആണ്, അഡ്ജസ്റ്റിംഗ് ജേർണൽ എൻട്രീസ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ എല്ലാം കൂടിയുള്ള ഷെഡ്യൂൾ 1 മുതൽ 15 വരെയുള്ള ഷെഡ്യൂൾസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും റവന്യൂ അക്കൗണ്ടും വരയ്ക്കുന്ന ഒരു പ്രോബ്ലവും കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇടാം. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഈ 11 ഐറ്റവും എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഷോർട്ടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ബോക്സ് വരച്ച് കാണിച്ചിട്ടുണ്ട്. സമ്മറി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പരത്തി വായിക്കുന്നതിനേക്കാൾ ഈ ഒരു ബോക്സ് വായിച്ചാൽ, ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടല്ല, എന്നാലും ഈ ഒരു ബോക്സ് നോക്കിയാലും പേജ് നമ്പർ 256 to 258 ആണ് അങ്ങനെ ഒരു ഷോർട്ടായി കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയാലും വേഗം മനസ്സിലാവും ഏതൊക്കെ ഐറ്റംസ് എവിടേക്കാണ് എടുക്കേണ്ടത്. ബാലൻസ് ഷീറ്റിലാണോ റവന്യൂ അക്കൗണ്ടിലാണോ, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തന്നാൽ എങ്ങനെയാണ്, ട്രയൽ ബാലൻസ് തന്നാൽ എങ്ങനെയാണെന്നൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാവും.